ദൈവഭക്തിയാണെങ്കിൽ മറ്റൊന്ന് ദുരുപദേശങ്ങളാണ്. ദുരുപദേശങ്ങൾ ഇന്നത്തെ ഏറ്റവും കൂടുതൽ പെന്തിക്കോസ്തുകാരുടെ മാത്രമൊന്നുമല്ല, കരിസ്മാറ്റിക്കും ഒക്കെ ഇടങ്ങളിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. ആത്മാവിൻ്റെ അഭിഷേകം എന്നൊക്കെ പറഞ്ഞ് ജനത്തെ ഒന്ന് തുള്ളിച്ചാടിച്ച് സന്തോഷിച്ച് കൈയടിപ്പിച്ച് ഞങ്ങൾ പാസ്റ്റർമാരൊക്കെ ചെയ്യാറുണ്ട്. കാരണം ഞങ്ങൾക്കൊക്കെ ഒരു തൃപ്തി വേണം, ഞങ്ങളുടെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെട്ടെന്ന്. ഇന്ന് രാത്രി ഞാൻ വിളിച്ച് പറയാം, നിങ്ങൾ ഒരൊറ്റ കുഞ്ഞ് തള്ളിയില്ലെങ്കിലും എന്ന് പറഞ്ഞ സ്വതന്ത്രം പറഞ്ഞില്ലെങ്കിലും ഒന്ന് തുള്ളിച്ചാടിയില്ലെങ്കിലും എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് പറയും വചനം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ആളുകൾ. അത് മതി എനിക്ക്. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട് ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈ തൊട്ട ആത്മാവിൽ തൊട്ടാൽ ഉടൻ താഴെ വീഴുന്നു, അതും പുറകോട്ട്. വേദപുസ്തകത്തിന്റെ ആദ്യത്തെ പേജ് മുതൽ അവസാനം വരെ പേജ് ഞാൻ വായിച്ചണക്കെ പരിശുദ്ധാത്മാവ് നിറഞ്ഞാരും ചത്തു വീണതുപോലെ വീണതായിട്ട്